പിണറായി വിജയനെ വിളിപ്പിച്ചു വരുത്തുകയാണ് ഇനി ഇഡിയുടെ ലക്ഷ്യം. അതിനുള്ള നടപടിക്രമങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചതോടെ CPM പ്രതിരോധത്തിലായി കഴിഞ്ഞു. മുൻപ് നിരവധി തവണ മകൾ വീണ വിജയനെ ഇഡി വിളിച്ചു വരുത്തിയിരുന്നു. ആ കേസിന്റെ സുപ്രധാന നീക്കമാണ് പിണറായി വിജയനെ ഇഡി വിളിച്ചു വരുത്തുന്നതെന്നും പറയേണ്ടി വരും. കേസിലെ പ്രതിയും അദ്ദേഹത്തിന്റെ മകളുമായ വീണ ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി ഡൽഹിയിലെ ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊച്ചി ഇഡി ഓഫീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങളുള്ളത്. എക്സാലോജിക്കിനും ഡയറക്ടറായ വീണയ്ക്കും പണം കൈമാറിയത് പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പുറത്താണെന്ന് CMRL MD SN ശശിധരൻ കർത്ത 2024 ഏപ്രിൽ 17 മൊഴി നൽകിയിരുന്നു. യാതൊരുവിധ സേവനങ്ങളും നൽകാതെയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. IT കൺസൾട്ടൻസി സേവനങ്ങളുടെ പേരിൽ 2.78 കോടി രൂപ ലഭിച്ചെങ്കിലും സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് വീണയും സംബന്ധിച്ചതായി ഇഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശശിധരൻ കർത്ത നൽകിയ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിണറായി വിജയനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഇഡി സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ അവലോകനത്തിന് കൊച്ചിയിലെത്തിയപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഉന്നതതല ചർച്ചകൾ നടത്തിയിരുന്നു. ഡയറക്ടർ രാഹുൽ നവീന്റെ അനുമതി ലഭിച്ച ശേഷമേ തുടർ നടപടികളിലേക്ക് കടക്കാവൂ എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനുള്ള ഔദ്യോഗിക അനുമതി ഇതിനോടകം ലഭിച്ചതായാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇല്ലാത്ത IT കൺസൾട്ടൻസിയുടെ പേരിൽ എക്സാലോജിക്കിന് CMRL 1.72 കോടി രൂപ നൽകിയിട്ടുണ്ടെന്ന് 2019 ജനുവരി 25 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ വീണയ്ക്കും കമ്പനിക്കുമാകെ വിവിധ കരാറുകളിലൂടെ 2.78 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഇഡി റിപ്പോർട്ടിലുള്ളത് പ്രതികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിലേക്ക് കടക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങളാണ്. കഴിഞ്ഞ മെയ് 27 വീണ വിജയൻ, CMRL എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വീണയുടെ അക്കൗണ്ടിന് പുറമെ എക്സാലോജിക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനിയുടെയും അക്കൗണ്ടുകളാണ് മരവിപ്പിക്കുന്നതിനായി ഇഡി റിപ്പോർട്ടിലുള്ളത്. ഈ അക്കൗണ്ടുകൾ ഇഡി ഇതിനകം മരവിപ്പിച്ചിട്ടുണ്ട്. 3 അക്കൗണ്ടുകളുടെയും രേഖകൾ മെയ് 27 നടത്തിയ റെയ്ഡിൽ വീണയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തെന്നും ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതായും ഇഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീണയുടെ അക്കൗണ്ടിൽ 1,37,088 രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ 27,585 രൂപയും ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ അക്കൗണ്ടിൽ 15,57,414 രൂപയും ഉണ്ടായിരുന്നതായി ഇഡി പറയുന്നുണ്ട്. CMRLുമായി ബന്ധപ്പെട്ട് മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത 182 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയെന്ന റിപ്പോർട്ടിൽ പറയുന്നിടത്താണ് എക്സാലോജിക്കിന്റെ കാര്യവും പറയുന്നത്. യഥാർത്ഥ സേവനങ്ങളോ അനുബന്ധ ഇൻവോയ്സുകളോ ഇല്ലാതെ സ്വയം തയ്യാറാക്കിയ വൗച്ചറുകൾ ഉപയോഗിച്ച് 139 കോടി രൂപയുടെ വ്യാജ ചെലവുകളുടെ രേഖയുണ്ടാക്കി. വെണ്ടർമാർ വഴി ഓവർ ഇൻവോയ്സിംഗ് നടത്തി. കമ്മീഷൻ കഴിച്ച് ബാക്കി തുകയായി 43 കോടി വെണ്ടർമാർ CMRL ഉദ്യോഗസ്ഥർക്ക് തന്നെ തിരികെ നൽകി. ഇതാണ് രേഖയിൽ പറയുന്നത്. ഇതിനൊപ്പമാണ് CMRLന് യഥാർത്ഥത്തിൽ യാതൊരു സേവനവും നൽകാതെ വീണ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനും സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ പേരിൽ 2.78 കോടി രൂപ വ്യാജമായി നൽകി എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുന്നിടത്താണ് പിണറായി വിജയനുള്ള കുരുക്ക് ഇഡി മുറുക്കിയിരിക്കുന്നത്.